ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പഴയ നിയമത്തിലെ സാറയെക്കുറിച്ച് പാരമ്പര്യത്തിലൊരു കഥ പറയുന്നുണ്ട്. സാറ വസിച്ചിരുന്ന കൂടാരത്തിൽ എപ്പോഴും ദൈവസാന്നിധ്യത്തിൻ്റെ മേഘം ഇങ്ങനെ തണൽ വിരിച്ച് നിന്നിരുന്നുവെന്നാണ് പാരമ്പര്യത്തിൽ പറയുക. ആ മേഘത്തിൻ്റെ തണലിലാണ് അവൾ ജീവിച്ചത്. അവൾ അധ്വാനിച്ചതും അടുക്കളയിൽ ജോലി ചെയ്തതും പ്രാർത്ഥിച്ചതും നൂൽ നൂർത്തിയതുമൊക്കെ ഈ മേഘത്തിൻ്റെ തണലിലാണ്. അവൾ മരിക്കുമ്പോൾ ആ കൂടാരത്തെ വിട്ട് ആ മേഘം അകന്നു പോകുന്നത് ഇസ്രായേൽക്കാർ കണ്ടുവെന്നാണ് പാരമ്പര്യത്തിൽ പറയുക. അവൾ ആ കൂടാരത്തിനകത്ത് അപ്പം ചുട്ട് അത് ഒരുക്കി വയ്ക്കുമ്പോൾ ഈ മേഘം ആ അപ്പങ്ങളെ തഴുകി കടന്നു പോകുമായിരുന്നു. ആ രാത്രിയിൽ എപ്പോഴും അവൾ ഒരു ദീപം കത്തിച്ച് ആ കൂടാരത്തിൻ്റെ അകത്ത് ഇങ്ങനെ പ്രകാശിപ്പിച്ചിരുന്നുവെന്നും പാരമ്പര്യത്തിൽ വായിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ജെറുസലേം ദേവാലയം നിർമ്മിക്കുമ്പോഴും അവിടെ കർത്താവിൻ്റെ വാഗ്ദാന പേടകവും സാക്ഷ്യകൂടാരവും അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യവും കാഴ്ചയപ്പവും 7 തിരിയിട്ട വിളക്കുകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവയെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഈ അമ്മയുടെ ഈ കൊച്ചു കൂടാരത്തിനകത്തെ വസ്തുക്കളുടെ പ്രതീകവും വളർച്ചയുമാണ് എന്ന് പിന്നീട് നമുക്ക് ധ്യാനിച്ചാൽ മനസ്സിലാകും. സാറ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരുതി വെച്ച ആ അപ്പവും ആ വിളക്കുമൊക്കെ തന്നെയാണ് പിന്നീട് കൂറ്റൻ ജെറുസലേം ദേവാലയം പണിയുമ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറുക. ദേവാലയം പോലെ സുന്ദരമായ, ദേവാലയം പോലെ ആത്മീയത ഉണർത്തുന്ന, ദൈവം വസിക്കുന്ന കൂടാരങ്ങൾ അന്നും ഇന്നും നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ കൊച്ചു ഭവനങ്ങളെയും ഇങ്ങനെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സാറയുടെ കൂടാരം പോലെ ആക്കാൻ, ഒരു ദേവാലയമാക്കി മാറ്റാൻ ഇന്നേ ദിവസം ദൈവം നമ്മെ വിളിക്കുന്നു. ആമേൻ.